നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ അമേരിക്കൻ പര്യടനവുമായി ബന്ധപ്പെട്ട 20ാമത്തെ എപ്പിസോഡും അതിൽ തന്നെ പനാമ കനാൽ കടക്കുന്നതുമായി ബന്ധപ്പെട്ട 5ാമത്തെയും അവസാനത്തേതുമായ ഭാഗമാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ വിവരിച്ചത് ഈ ലോക്കുകളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് ആയിരുന്നുവല്ലോ. ഇനി നമുക്ക് കുറച്ച് പിന്നോട്ട് ചിന്തിക്കാം. ഇത് നിർമ്മിച്ചതും നിർമ്മാണ രീതിയെക്കുറിച്ച് ഞാൻ ചില വിശദീകരണങ്ങൾ തരാം. 1909 ഓഗസ്റ്റ് 24 ഫിലാഡൽഫിയ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയായ ഡേ സിമ്മർമാൻ എന്നൊരു കമ്പനി ഗാറ്റൂണിൽ, അതായത് നമ്മളിപ്പോൾ ഈ ലോക്ക് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ആദ്യത്തെ കോൺക്രീറ്റിലൂടെ പൂട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. തടാകത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു കുന്നിൽ ഉണ്ടാക്കിയ ഒരു കട്ടിലിലാണ് ഗാറ്റുൻ ലോക്കുകൾ നിർമ്മിച്ചിരുന്നത്. ആദ്യം ഇതിന് 50 ലക്ഷം ക്യൂബിക് യാർഡ് ഖനനം ആവശ്യമായിരുന്നു. മിക്കവാറും പാറക്കെട്ടുകൾ. പൂട്ടുകൾ തന്നെ 2,46,000 ക്യൂബിക് യാർഡ് കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂട്ടുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കളുടെ അളവ്, കല്ലും സിമെൻറ്റും കൈകാര്യം ചെയ്യുന്നതിന് വിപുലമായ നടപടികൾ ആവശ്യമായി വന്നിരുന്നു. പോർട്ട് ബൊളോയിൽ നിന്നും ഗാറ്റുൺ ലോക്കുകളിലേക്ക് കല്ല് കൊണ്ടുവന്നു. അതേസമയം പസഫിക് ഭാഗത്തെ ജോലികൾ അങ്കോൺ ഹില്ലിൽ നിന്ന് ഖനനം ചെയ്ത കല്ലുകളാണ് ഉപയോഗിച്ചത്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൂട്ടുകളുടെ അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ കോൺക്രീറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആദ്യ ഓവർഹെഡ് കേബിളുകളാണ് നിർമ്മിച്ചത്. നമ്മുടെ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള അവസാനത്തെ ചേംബറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടുന്ന ഷട്ടറുകളാണ് ഇപ്പോൾ തുറക്കുന്നത്. ആ രംഗമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഫ്രണ്ടിലൊരു ലോക്കറുകളുണ്ട്. അതുകൂടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ ചേംബറിലേക്ക് പ്രവേശിക്കാം. അതിനുശേഷം ആ ചേംബറിൽ ഷിപ്പ് നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക് വശം ലോക്ക് ചെയ്യുകയും ആ ചേംബറിലുള്ള വെള്ളം, അത് ശുദ്ധജലമാണ്, ആ ശുദ്ധജലം അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് തള്ളുകയും ചെയ്യും. അതിനുശേഷം ആ ജലനിരപ്പ്, അതായത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ചേംബറിലെ ജലനിരപ്പ് അറ്റ്ലാന്റിക് ഓഷനിലെ ജലനിരപ്പുമായിട്ട് സാമ്യത്തിലെത്തും. പിന്നീട് നമുക്ക് സ്വതന്ത്രമായിട്ട് അറ്റ്ലാന്റിക് ഓഷനിലേക്ക് കയറാനും നമ്മുടെ യാത്ര തുടരാനും സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ഡാമിൻ്റെ ആദ്യത്തെ നിർമ്മാണ കാലഘട്ടത്തിൽ കോൺക്രീറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കൂറ്റൻ ഓവർഹെഡ് കേബിളുകൾ സ്ഥാപിച്ചതിന് കൂടാതെ 85 അടി ഉയരമുള്ള ടവറുകൾ സ്ഥാപിച്ചു. പൂട്ടുകൾ പരത്തുന്നതിനായി അവയ്ക്കിടയിൽ 2.5 ഇഞ്ച് ഘനമുള്ള സ്റ്റീൽ കമ്പികൾ കെട്ടിയിരുന്നു. ഈ കേബിളുകളിൽ പ്രവർത്തിക്കുന്ന ബക്കറ്റുകൾ ഒരു സമയം 6 ടൺ കോൺക്രീറ്റ് വരെ പൂട്ടുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. ഡോക്കുകളിൽ നിന്നും കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനിലേക്ക് കല്ല്, മണൽ, സിമൻറ്റ് എന്നിവ കൊണ്ടുപോകുന്നതിന് ഇലക്ട്രിക് റെയിൽവേ നിർമ്മിച്ചു. അവിടെ നിന്ന് മറ്റൊരു ഇലക്ട്രിക് റെയിൽവേ 2 6 ടൺ ബക്കറ്റുകൾ ഒരേ സമയം കേബിൾ വേയിലേക്ക് കൊണ്ടുപോകാൻ തക്കതായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പെട്രോമിഗുവയിലെയും മിറാഫ്ലോസിലെയും ചെറിയ നിർമ്മാണങ്ങൾ സമാനമായ രീതിയിൽ ക്രെയിനുകളും സ്റ്റീം ലോക്ക് മോട്ടോറുകളും ഉപയോഗിച്ച് പുരോഗമിക്കുന്നുണ്ടായിരുന്നു. പസഫിക് സൈഡ് ലോക്കുകൾ ആദ്യം പൂർത്തിയാക്കി. അതായത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗുത്താൻ ലോക്കുകളാണ് ആദ്യം പൂർത്തീകരിച്ചത്. 1911-ലും 1913-ലുമായി മറ്റ് 2 ലോക്കുകളുടെ പണികളും പൂർത്തീകരിച്ചു. നമ്മുടെ കപ്പൽ ഗുത്താൻ ലോക്കിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള അവസാനത്തെ ചേംബറിൽ പ്രവേശിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ ഇപ്പോൾ കാണുന്ന ആ വലിയ റിങ്, ഈ ലോക്കിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഫ്രഞ്ചുകാർ നിർമ്മിച്ചതാണ്. അത് പിന്നീട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അത് ഇന്നും കേടുപാട് കൂടാതെ സൂക്ഷിച്ച് ആണികൾക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് അത് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നത്. കൂറ്റൻ കപ്പലുകൾ പുൾ ചെയ്യാനും ഉപയോഗിക്കുന്ന അറ്റ്ലാന്റിക് എൻട്രൻസ് വർക്കിംഗ് ടഗ്ഗായ സിയോ ഗിംസ് ടഗ് ഗാറ്റൂണിൽ 1913 കൊണ്ടുവരികയും അതേ വർഷം തന്നെ സെപ്റ്റംബർ 26 ഗാറ്റുൺ ലോക്കുകളുടെ ആദ്യത്തെ ട്രയൽ ലോക്കേജ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. സെൻട്രൽ കൺട്രോൾ ബോർഡ് അതുവരെ തയ്യാറായിട്ടില്ലായിരുന്നു. ആയതിനാൽ എല്ലാ വാൾവുകളും സ്വമേധയാ നിയന്ത്രിച്ചുവെങ്കിലും ലോക്കേജ് എല്ലാം തന്നെ കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി കടന്നു പോകാനുള്ള അവസാനത്തെ ലോക്കാണ് ആ കാണുന്നത്.
അവിടെ എത്തിക്കഴിഞ്ഞ് ആ ലോക്കൂടെ നമുക്ക് ആ ഷട്ടർ കൂടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നിരപ്പിലെത്തുകയും നമ്മുടെ യാത്ര നമുക്ക് തുടരുകയും ചെയ്യാം. മറുവശത്തൂടെ മറ്റൊരു കപ്പൽ ആണ് പോകുന്നത്. അത് അറ്റ്ലാന്റിക്കിൽ നിന്നും കയറി പസഫിക്കിലേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. നമ്മുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ചാനലിലൂടെയാണ് അത് കയറി പോകുന്നത്. എല്ലാ ലോക്ക് ഉപകരണങ്ങളും വൈദ്യുതിയുമായി പ്രവർത്തിക്കുന്നതിനാൽ ഒരു കപ്പൽ മുകളിലേക്കും താഴേക്കും പൂട്ടുന്ന പ്രക്രിയയെ ഒരു സെൻട്രൽ കൺട്രോൾ റൂമിൽ നിന്ന് നിയന്ത്രിക്കാനാകും. അത് ലോക്കുകളുടെ മുകളിലെ ഫ്ലൈറ്റിൽ മധ്യഭാഗത്ത് ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. യഥാർത്ഥ ലോക്ക് ഗേറ്റുകളുടെയും വാൽവുകളുടെയും അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ചലിക്കുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് ഓപ്പറേറ്റർ പിശകിൻ്റെ സാധ്യത കുറയ്ക്കുന്നതിനും ലോക്കുകളുടെ പൂർണ്ണമായ മോഡൽ ഉൾപ്പെടുത്തുന്നതിനുമാണ് നിയന്ത്രണങ്ങൾ ആദ്യം മുതൽ രൂപകൽപ്പന ചെയ്തിരുന്നത്. ആ രീതി ഉപയോഗിക്കുന്നത് കൊണ്ട് ലോക്കുകളും വാട്ടർ വാൾവുകളും ഏത് അവസ്ഥയിലാണെന്ന് ഓപ്പറേറ്റർക്ക് കൃത്യമായി കാണാൻ കഴിയും. മറ്റൊന്ന്, തെറ്റായ അവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു ഘടകവും നീക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ മെക്കാനിക്കൽ ഇൻ്റർലോക്കുകൾ നിയന്ത്രണങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, ഡ്രെയിൽ തുറക്കുന്നതും ഒരു ലോക്ക് ചേംബറിൻ്റെ വാൽവുകൾ ഒരേ സമയം നിറയ്ക്കുന്നതും മറ്റും പൂർണ്ണമായ രീതിയിൽ ഓപ്പറേറ്ററുടെ കൺട്രോളിലായിരിക്കും. നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മളുടെ കപ്പൽ സ്ഥിതി ചെയ്യുന്ന ചേംബറിൽ നിന്നുള്ള ശുദ്ധജലം തൊട്ട് മുൻവശത്തുള്ള ചേംബറിലേക്ക് മാറ്റുന്നതാണ്, ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പം ഫ്രണ്ടിൽ കാണുന്ന ചേംബറിലെ വെള്ളവും നമ്മുടെ കപ്പൽ സ്ഥിതി ചെയ്യുന്ന ചേംബറിലെ വെള്ളവും സമനിലയിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ പ്രക്രിയ അവസാനിക്കുന്നത്. അതോടുകൂടി തന്നെ ഷിപ്പ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഷട്ടറുകൾ തുറക്കപ്പെടുകയും ഷിപ്പ് മുന്നോട്ട് നീങ്ങി ആ സമുദ്ര നിരപ്പിൽ എത്തുകയും ചെയ്യും. പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ലോക്ക് ഗേറ്റുകളുടെ പരാജയം. ഉദാഹരണത്തിന്, ഓടിപ്പോകുന്ന ഒരു കപ്പൽ ഗേറ്റിൽ ഇടിച്ചത് മൂലം ഉണ്ടാകുന്ന ഒരു പരാജയം, അല്ലെങ്കിൽ ലോക്കുകളുടെ താഴെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം അഴിച്ചുവിടുന്നതുകൊണ്ടുള്ള പരാജയം. കാരണം ലോക്കുകൾക്ക് മുകളിലൂടെ തടാകം, അതായത് ഗാറ്റുൻ തടാകവും അല്ലെങ്കിൽ മിറാഫ്ലോസ് തടാകവും ലോക്ക് സിസ്റ്റത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇതിനെതിരെയുള്ള അധിക മുൻകരുതൽ ലോക്കുകളുടെ ഓരോ ഫ്ലൈറ്റിലും മുകളിലെ അറയുടെ രണ്ടറ്റത്തും ഗേറ്റുകൾ ഇരട്ടിയാക്കുന്നതിലൂടെ നൽകുന്നു. നമ്മുടെ തൊട്ടു മുന്നിലുള്ള ഷട്ടറുകൾ തുറക്കാൻ സജ്ജമായിരിക്കുന്നു. അതിൻ്റെ സൂചനയാണ് അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന സേഫ്റ്റി റാഡുകൾ, ആ മഞ്ഞ നിറത്തിലുള്ള, അതെല്ലാം ഓഫായി കഴിഞ്ഞു. ഇനി സാവകാശം ഷട്ടറുകൾ തുറക്കപ്പെടും, നമ്മുടെ ഷിപ്പ് മുന്നോട്ട് നീങ്ങാനും സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗേറ്റുകൾക്കുണ്ടാകുന്ന അപ്രതീക്ഷിത പരാജയങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലായ്പ്പോഴും കുറഞ്ഞത് 2 ഗേറ്റുകളും ഉണ്ടായിരിക്കും. ഉയർന്ന ജലനിരപ്പ് താഴേക്ക് കടക്കാൻ അനുവദിക്കുന്നതിൽ പരാജയപ്പെടേണ്ടി വരുമ്പോൾ ആണ് ഇത് കൂടുതൽ പ്രയോജനമായിട്ട് വരുന്നത്. ഈ അധിക ഗേറ്റ് ഓപ്പറേറ്റിംഗ് ഗേറ്റുകളിൽ നിന്ന് ഏകദേശം 70 അടി അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കപ്പലുകൾ ഏതെങ്കിലും സമയത്തിൽ നിയന്ത്രണം വിട്ട് ഒരു ഗേറ്റിൽ ഇടിക്കുന്നത് തടയാൻ ലോക്ക് ചേംബറുകളിൽ ഉടനീളം നീട്ടിയിരുന്ന ചെയിൻ ബാരിയറുകൾ ആദ്യം ലോക്കുകളിൽ ഉണ്ടായിരുന്നു. കപ്പൽ കടന്നു പോകാൻ അനുവദിക്കുന്നതിനായി ലോക്ക് ഫ്ലോറിലേക്ക് താഴ്ത്തി. ഈ ഫെഡറൽ ശൃംഖലയിൽ 10,000 ടൺ ഭാരമുള്ള ഒരു കപ്പൽ സുരക്ഷിതമായി നിർത്താൻ അനുവദിക്കുന്ന വിപുലമായ ബ്രേക്കിംഗ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. പസഫിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടക്കുന്ന പനാമ വഴിയുള്ള കടക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ കപ്പലിൻ്റെ പ്രയാണത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ ചേംബറിലൂടെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് അധിക കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഈ ചേംബറിലുള്ള ശുദ്ധജലം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പമ്പ് ചെയ്ത് കളയുകയും ഇതിൻ്റെ ജലനിരപ്പ്, അതായത് ഈ ചേംബറിൻ്റെ ജലനിരപ്പ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ ജലനിരപ്പുമായിട്ട് സാമ്യത്തിലെത്തുകയും ഷിപ്പിന് സാവകാശം യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അറ്റ്ലാന്റിക് സമുദ്രത്തേക്ക് പ്രവേശിക്കാനും നമുക്ക് നമ്മുടെ യാത്രകൾ തുടരാനും സാധിക്കും. ഫ്രണ്ടിൽ കാണുന്ന ഒരു ലോക്ക് കൂടി മാത്രമേ ഇനി നമുക്ക് കടക്കാനുള്ളൂ. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ചേംബറിലുള്ള വെള്ളം മറ്റ് അറ്റ്ലാന്റിക്കിലേക്ക് ചോർത്തിക്കളയണം. ആ രംഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. നമ്മളതിൻ്റെ അഗ്രഭാഗത്ത് എത്തിക്കഴിഞ്ഞു. നമ്മൾ നിൽക്കുന്ന ചേംബറിൽ നിന്നുള്ള വെള്ളം, ശുദ്ധജലം, ഈ തടാകത്തിൽ നിന്നുള്ള ശുദ്ധജലം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചോർത്തുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിശക്തമായിട്ടാണ് ഈ വെള്ളം ഈ ചേംബറിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഷിപ്പ് താഴ്ന്നു
ഫ്രണ്ടിൽ കാണുന്ന ആ ജലനിരപ്പിന് സമാനമാകുമ്പോൾ നമുക്ക് യാത്ര വീണ്ടും തുടരാൻ സാധിക്കും. ഗാത്തൂൺ തടാകത്തിൽ നിന്നും ഈ ഗാത്തൂൺ ലോക്കിന് ചുറ്റുമുള്ള ജലസംഭരണികളിൽ നിന്ന് ശേഖരിച്ച ശുദ്ധജലമാണ് ഉപയോഗിച്ചാണ് ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാത്തൂൺ തടാകത്തിൽ നിന്നും ഗാത്തൂൺ ലോക്കിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ജലസംഭരണികളിൽ നിന്ന് ശേഖരിച്ച ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഈ പ്രക്രിയ തുടർന്നത്. പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്ത സമുദ്രത്തിൽ നിന്നും പനാമ കനാൽ വഴി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രക്രിയയുടെ അവസാന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമേരിക്കൻ യാത്ര ഇനിയും തുടരും. ഇനിയും 2-3 രാജ്യങ്ങൾ സന്ദർശിക്കാനുണ്ട്. ആ രാജ്യങ്ങളുടെ വിവരങ്ങളും മറ്റ് യാത്രാ വിവരണങ്ങളും നല്ല കാഴ്ചകളും അതിമനോഹരമായ കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.